യെശയ്യാവ് 1:2. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്ത പ്രവചന ശബ്ദങ്ങളാണ് നാം ഈ പുസ്തകത്തിൽ വായിക്കുന്നത്. യഹൂദയ്ക്കും യെരൂശലേമിനും വിരോധമായി ദൈവം വിളിച്ചു പറയുന്നു. കേൾക്കുന്നവർ ആകാശവും ഭൂമിയും. തൻ്റെ മക്കളെന്ന് കരുതിയവർ കേട്ടില്ല, എന്നാൽ ആകാശവും ഭൂമിയും കേൾക്കുന്നു. അപ്പോൾ നാം ചോദിക്കും, ആകാശത്തിനും ഭൂമിക്കും കേൾക്കുവാൻ സാധ്യമാണോ? സാധ്യമാണ്. അതുകൊണ്ടാണല്ലോ ഭൂമിയിൽ നിന്ന് ചെടികളും വൃക്ഷങ്ങളുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഭൂമി നിമിഷങ്ങൾക്കുള്ളിൽ അതിനൊരുങ്ങി അതൊക്കെയും ഉടനടി ഉളവായി വന്നത്. സൃഷ്ടാവിൻ്റെ ആജ്ഞയ്ക്ക് മുൻപിൽ സൃഷ്ടികൾ അനുസരിച്ചേ മതിയാവൂ. കേൾക്കാത്തതും അനുസരിക്കാത്തതും മനുഷ്യരാണ്, എന്നാൽ കേട്ടനുസരിച്ചാൽ അനുഗ്രഹങ്ങൾ ഏറെയുമാണ്. യോശുവ 24:27 യോശുവ സകല ജനത്തോടും പറയുന്നു, ഇതാ ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, അത് യഹോവ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വചനങ്ങളൊക്കെയും കേട്ടിരിക്കുന്നുവെന്ന്. യോശുവയ്ക്കും ആ ബോധ്യമുണ്ടായി, യഹോവ കൽപ്പിച്ചവയൊക്കെ നിർജീവമായ കല്ലുകൾ കേൾക്കുമെന്ന്, അത് സാക്ഷിയായി നിൽക്കുമെന്ന്. ദൈവവചനത്തിന്, ദൈവശബ്ദത്തിന് കടന്നു ചെല്ലുവാൻ കഴിയാത്ത ഒരു മേഖലയുമില്ല. യോശുവ പറഞ്ഞ ദൈവത്തിൻ്റെ വചനങ്ങൾ ജനം കേട്ടു എന്നതിന് കല്ല് സാക്ഷിയായി. മനുഷ്യരാണെങ്കിൽ മാറ്റിപ്പറയും, തിരുത്തി പറയും, മറ്റു മനുഷ്യരെ സ്വാധീനിക്കും. എന്നാൽ ദൈവം പറഞ്ഞത് കേട്ട കല്ലുകളെ മനുഷ്യർക്ക് സ്വാധീനിക്കുവാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ സാക്ഷ്യം സത്യവുമായിരിക്കും. ലൂക്കോസ് 19:40 ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ യേശു കഴുതക്കുട്ടിയുടെ പുറത്തു വരുമ്പോൾ ജനമെല്ലാം ആർത്തു വിളിച്ചു. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനെന്ന് ശിഷ്യന്മാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ചിലർ യേശുവിനോട് ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, അവർ ആർത്തില്ല എങ്കിൽ കല്ലുകൾ ആർക്കുമെന്ന്. സൃഷ്ടാവിൻ്റെ മുൻപിൽ സൃഷ്ടി ആർക്കും, പാടും, നൃത്തം ചെയ്യും. മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തത് പലതും സംഭവിക്കും. ആവർത്തന പുസ്തകം 30:19 യഹോവ തന്നെ പറയുന്നു, ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷിയായി വയ്ക്കുന്നു എന്ന്. ഇതൊക്കെയും കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. എന്നാൽ മനുഷ്യർക്ക് പലപ്പോഴും കേൾക്കാത്ത കാതും കാണാത്ത കണ്ണുമാണ് ഉള്ളത്. നമുക്ക് ദൈവപ്രവൃത്തിയെ വർണ്ണിക്കാം, ദൈവനാമത്തെ ഉയർത്താം, ദൈവത്തിൻ്റെ ഉത്തമ സാക്ഷികളായി തീരാം. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, വിശ്വസ്തയോടെ ഉത്തമ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.